എറണാകുളം കുട്ടമ്പുഴയിലേക്ക് വീണ്ടും ഒന്ന് പോകണം. അവിടെ ഇന്നലെ രാത്രിയാണ് യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. ജനങ്ങൾ 8 മണിക്കൂറോളം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചു. തുടർന്ന് കളക്ടർ ചില ഉറപ്പുകൾ നൽകി. അതിനുശേഷമാണ് മൃതദേഹം വിട്ടു നൽകാനായത്. കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹം നാട്ടുകാർ കളക്ടറുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ വിട്ടുകൊടുക്കുകയായിരുന്നു. എൽദോസ് സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്, എൽദോസിന്റെ നാടാണ്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുണ്ടാവില്ല. ആ പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് അടക്കമില്ല എന്ന പരാതിയും നാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ്. ഡാനി ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. ഡാനി, നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഇന്നലെ രാത്രി 2 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കളക്ടർ എത്തുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഇന്ന് ട്രഞ്ച് നിർമ്മാണം അടക്കം ആരംഭിക്കുമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇതിൽ വിശ്വസിച്ചാണോ ഇപ്പോൾ നാട്ടുകാരുള്ളത്? രഞ്ജിത്ത്, ഇത്തരം ഉറപ്പുകൾ ഈ പ്രദേശത്തുകാർ പലതവണ കേട്ടതാണ്. എങ്കിൽ കൂടിയും ഇന്നലത്തെ ഒരു സാഹചര്യമെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് അത് അംഗീകരിക്കാനടക്കം തയ്യാറായത്. പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ കുടുംബത്തിന് സമാശ്വാസധനം ആ സ്ഥലത്ത് വെച്ച് തന്നെ ആ ചെക്ക് കൈമാറുന്നു അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അനുകൂലമായ ഒരു തീരുമാനം വന്നതിന് ശേഷമാണ് കാര്യങ്ങളിലേക്ക് കടന്നത്. നമ്മളുള്ളത് ഈ സ്ഥലത്താണ്. ഇപ്പോൾ ഈ കാണുന്ന ഇടത്താണ് ഇന്നലെ എൽദോസിനെ കാട്ടാന ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ ആ ഷീറ്റ് കിടക്കുന്നിടത്തായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഇവിടെ വെച്ചാണ് ഈ പ്രദേശത്ത് വെച്ച് ആക്രമണം ഉണ്ടാകുന്നു. പിന്നീട് ഇതിലെ കടന്നുപോയവരാണ് പിന്നീട് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. കാരണം ഈ സമയത്ത് എൽദോസിനൊപ്പം ബസ് ഇറങ്ങി നടക്കുകയായിരുന്ന പലരും തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. എൽദോസ് അതിന് കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നീടാണ് ആളുകൾ തിരിച്ചെത്തുന്നതും ഇതുവഴി കടന്നു വന്നവരും ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. കാരണം ഈ ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഇതൊരു വനമേഖലയാണ്, തീർത്തും വനമേഖല തന്നെയാണ്. ഇതിന് നടുവിലൂടെ ഒരു കോൺക്രീറ്റ് റോഡ് കടന്നു പോകുന്നു. ആളുകൾക്ക് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് കടന്നു പോകുന്ന ഒരു വഴി എന്നത് മാത്രമേ ഉള്ളൂ. ചുറ്റുപാടും മറ്റ് വൈദ്യുത പോസ്റ്റുകളുണ്ടെങ്കിലും സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും തെരുവുകളൊക്കെ ഒന്നും ഇതുവരെ പലതും തന്നെ കത്തുന്നില്ല. മാത്രവുമല്ല ഈ സോളാർ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ നാമാത്രമായ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ അത് പിന്നീട് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ തീർത്തും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് ഇവരെല്ലാവരും കടന്നു പോകുന്നത്. കുറെ നാളുകളായി ഇവരെല്ലാവരും തന്നെ ഇത്തരമൊരു ഭീഷണിയും കാര്യങ്ങളും എല്ലാം തന്നെ നേരിടുന്ന ആളുകളാണ് പ്രദേശത്തുള്ളത് അല്ലേ? നാളുകളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ഇവിടെ വർഷങ്ങളായി പറയുന്നതാണ് ഇവിടുത്തെ വഴിവിളക്കും ഈ ഫെൻസിങ്ങും. പെണ്ണൂർക്കുടിക്ക് ഉള്ള റോഡിലും ഇതേ അവസ്ഥ തന്നെയാണ്. നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായ പണിയും കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോഴാണ് ഞങ്ങളാണ് ഇവിടെ വന്ന് ഇന്നലെ രാത്രി 2:30 വീട്ടിൽ പോകുന്നത്. ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പണ്ട് ഇവിടെ DFO വന്ന് തീരുമാനിച്ചാണ് വഴിവിളക്കും ഫെൻസിങ്ങും സ്ഥാപിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ടും അതിനൊരു തീരുമാനമായിട്ടില്ല. ഇന്നലെ കളക്ടർ പറഞ്ഞു ഇന്ന് പണി ഇവിടെ തുടങ്ങുമെന്ന് പറഞ്ഞാണ് ഫെൻസിങ്ങിന്റെ പണി. ആ വിശ്വാസത്തിലാണ് ഇന്നലെ രാത്രി ബോഡി വിട്ടുകൊടുത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. എന്ത് വിഷയം ഉണ്ടായാലും പണ്ട് ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങൾ ഈ ഫോറസ്റ്റ് ഓഫീസ് പിക്കറ്റിങ്ങിന് രാത്രി മൊത്തം ഇരുന്ന് നേരം വെളുത്ത് 11 മണിയായപ്പോഴാണ് DFO ഇവിടെ വന്നത്. DFOയുടെ അമ്മയ്ക്ക് സുഖലാണ്ട് ആശുപത്രി കിടന്നപ്പോഴും DFO ഇവിടെ വന്ന് നുള്ളൊഴിച്ച് കാര്യമാണ് ഈ പ്രശ്നം തീർക്കാം എന്ന് പറഞ്ഞത്. രഞ്ജിത്ത്, ഇതിനു മുമ്പ് ഈ മേഖലയിൽ തന്നെ ഇതിനു മുമ്പും കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് നേര്യമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ ഒരു വിദ്യാർത്ഥിനി കൊല്ലപ്പെടുന്നത്. അവർക്ക് നേരെ ആന പനമരം മറിച്ചിടുകയായിരുന്നു. അങ്ങനെ നിരവധിയായ ആക്രമണ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്യജീവിയുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാകുന്നു. അതിന്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണം രക്തസാക്ഷി എന്ന രീതിയിലേക്ക് എൽദോസ് മാറുകയും ചെയ്യുന്നു. ഈ മേഖല നമുക്കറിയാം, ഈ ചുറ്റുപാടും നോക്കുമ്പോൾ ഈ പ്രദേശത്തെ തീർത്തും ഒരു സുരക്ഷിതമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നാട്ടുകാരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഇവിടെ ട്രെഞ്ച് ഉണ്ടാക്കുക, ഒപ്പം തന്നെ വൈദ്യുതി വേലി ഇവിടെ സജ്ജമാക്കുക എന്നൊരാവശ്യം. ഇന്നലെ ജില്ലാ കളക്ടർ ഉമേഷ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഇവിടെ എത്തുകയും നാട്ടുകാരുമായി സംസാരിച്ച് അതിനുശേഷമാണ് മൃതദേഹം വിട്ടു നൽകാൻ അവർ അനുവദിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഇപ്പോൾ എൽദോസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അവിടെ രാവിലെ 9 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ഇവിടേക്ക് കൊണ്ടുവരികയും എല്ലാം തന്നെ ചെയ്യും. ഇവിടെ പ്രതിഷേധ സൂചകമായി ഇവിടെ കുട്ടമ്പുഴയിൽ എല്ലാം തന്നെ
പ്രാദേശികമായ ഒരു ഹർത്താൽ കാര്യങ്ങളെല്ലാം തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം ഇതാണ് ഈ ഫെൻസിങ്, വൈദ്യുതി വേലി എന്നെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കാലങ്ങൾക്ക് മുമ്പേ തന്നെ നശിച്ചു കിടക്കുന്ന ഒരവസ്ഥയിലാണ്. കാരണം ഇത് നേരത്തെയും തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ തന്നെയാണ് ഇതെല്ലാം തന്നെ ഇല്ലാതാവുന്നത്. പക്ഷെ അതൊന്ന് പരിപാലിക്കാനോ പിന്നീട് ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താനോ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ പലകുറി പ്രതിഷേധവുമായെല്ലാം തന്നെ ഇവിടേക്ക് മുന്നിലെത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. പലപ്പോഴും ആളുകളുടെ ഒരു ആവശ്യങ്ങൾക്ക് കാര്യമായ രീതിയിലുള്ളൊരു പരിഗണനയോ ഒന്നും തന്നെയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന പരാതിയുണ്ട്. ഇതിനിടയിലാണ് ഈ സംഭവം എല്ലാം തന്നെ നടക്കുന്നത്. എന്തായാലും ഇന്നലെ കളക്ടർ നൽകിയ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പ്രകാരം ഉറപ്പുകൾ ഇങ്ങനെയാണ്. ഇവിടെ വൈദ്യുതി വിളക്കുകൾ അത് വൈകാതെ തന്നെ സജ്ജമാക്കുകയും ചെയ്യും, വളരെ അടിയന്തരമായി അത് സജ്ജമാക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ട്രെഞ്ച് നിർമ്മാണം ആരംഭിക്കുകയും എല്ലാം തന്നെ ചെയ്യും. ഒപ്പം ഫെൻസിംഗ് ജോലികളുടെ നിർമ്മാണം തുടങ്ങും. ഇതിനെല്ലാം ഒരു അവലോകനം ഈ മാസം 27 നടക്കും എന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊപ്പം പ്രദേശവാസികൾ കുറിച്ച് നമ്മൾ പോകണം. നാളുകളായിട്ട് ഈ ബുദ്ധിമുട്ടുകൾ എല്ലാവരും തന്നെ പറയുന്ന കാര്യങ്ങൾ, പക്ഷെ ഒരു തീരുമാനത്തിലേക്ക് വരും ഇതുവരെ വന്നിട്ടില്ല. ഇനിയെങ്കിലും തീരുമാനം വരാതെ പറ്റത്തില്ല ഇവിടെ. ഇനിയെങ്കിലും ഇതിനൊരു തീരുമാനം പരിഹാരം കണ്ടിരിക്കണം. അതല്ലാതെ ഇനി ഞങ്ങൾ ഇവിടെ എങ്ങനെ പേടിച്ചിട്ട് കഴിയും? കൊച്ചു പിള്ളേരും ഒക്കെ ആയിട്ടാണ്. ഇവിടുന്ന് എത്രയോ പിള്ളേർ സ്കൂളിൽ പോകുന്നു, സ്കൂൾ വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. ഈ കുഞ്ഞുങ്ങളുടെ മേലെയൊക്കെ ആന വന്നാൽ എന്ത് ചെയ്യും? ഓടാനോ ഓടി രക്ഷപ്പെടാനോ ഒന്നും സാധിച്ചില്ല. ഇന്നലെ ആ ഒന്നാമത്തെ മനുഷ്യന് അയാളെ കൊണ്ട് ഓടാനോ രക്ഷപ്പെടാനോ ഒന്നും സാധിച്ചില്ല. അതുകൊണ്ട് എത്രയും ഞങ്ങൾക്ക് ഇതിനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം. വീണ്ടും ഇതുപോലെ പ്രതിഷേധത്തിലേക്ക് നീങ്ങേണ്ടി വരും. അവസ്ഥ തന്നെ വരും. പ്രതിഷേധം ഉണ്ടായിരിക്കും. വാക്കുകൾ പ്രകടമാണ്. കാരണം ഇത് ഉറപ്പുകളിൽ വിശ്വസിക്കുന്നു, പക്ഷെ അത് നടപ്പാക്കുക തന്നെ വേണം എന്നാണ് അവർ പറയുന്നത്. കാരണം അല്ലായെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് പിന്നെയും കടന്നു പോകേണ്ട ഒരു സ്ഥിതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരികയും ചെയ്യും. എത്രയും പെട്ടെന്ന് അത്തരം കാര്യങ്ങളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ തങ്ങൾക്ക് പ്രതിഷേധിക്കുക എന്നല്ലാതെ കാര്യങ്ങൾ ഇല്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് ഉള്ളവർ ഈ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് തുടർന്ന് പോകുന്നത്. അവർക്ക് എത്രയും പെട്ടെന്ന് ഈ നടപടി, അവരുടെ ആവശ്യങ്ങളിൽ ഒരു നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെ അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അല്ല എങ്കിൽ ഒരു പ്രതിഷേധಕ್ಕೆ വീണ്ടും തങ്ങൾക്ക് ഇന്നലെ അർദ്ധരാത്രി അടക്കമുണ്ടായിരുന്നത് പോലെ തന്നെ പ്രതിഷേധങ്ങളിലേക്ക് അവർക്ക് നീങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതാണ് ആ പ്രദേശ സാഹചര്യം. ജീവൻ കയ്യിൽ വെച്ചാണ് യാത്രയടക്കം അവിടുത്തെ ആളുകൾ നടത്തുന്നത്. ഏത് സമയത്തും വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാം. പ്രത്യേകിച്ചും കാട്ടാനയൊക്കെ എപ്പോൾ വേണമെങ്കിലും എത്തിപ്പെടാവുന്ന ഒരു പ്രദേശമായി ഈ മേഖല മാറുന്നു. ഏതാണ്ട് 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്ര വലിയ ഒരു പ്രതിസന്ധിയിലൂടെ ആ ജനത കടന്നു പോകുന്നത്.